അനുനയതന്ത്രങ്ങളിലേക്ക്. ജി സുധാകരനെ അനുനയിപ്പിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് സുധാകരനെ ഫോണിൽ വിളിച്ചു. വാർത്താ സമ്മേളനത്തിനിടെ പരിഹസിച്ചിട്ടില്ലെന്നും ചിരിച്ചത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യം കേട്ടാണെന്നും MV ഗോവിന്ദൻ വിശദീകരിച്ചു. സുധാകരൻ പാർട്ടി അംഗത്വം പുതുക്കണമെന്നും MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. രഘുനാഥ് നാരായൺ വിവരങ്ങളുമായിട്ടുണ്ട്. രഘു, ഇന്നലെ LDF കൺവീനർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് പാർട്ടി സെക്രട്ടറി വിഷയം അദ്ദേഹം തന്നെ പരിഹരിക്കുമെന്നുള്ളൊരു പ്രതികരണമായിരുന്നു ഇന്നലെ നടത്തിയത്. ഇപ്പോൾ ഈ ഒരു ഫോൺ വിളിയിൽ എന്താണോ പ്രശ്നമായത് അത് MV ഗോവിന്ദന്റെ ചിരിയാണ്. അപ്പോൾ MV ഗോവിന്ദന്റെ ഈ ഫോൺ വിളിയിൽ പ്രശ്നം തീരുവോ? ഫോൺ വിളി കൊണ്ട് മാത്രം പ്രശ്നം തീരാനുള്ള സാധ്യതയില്ല. ഒരുപക്ഷെ ഇന്ന് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അടക്കം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. അതിനുശേഷം ഒരുപക്ഷെ ഏതെങ്കിലുമൊക്കെ നേതാക്കൾ അദ്ദേഹത്തെ ഫോണിലോ നേരിട്ടോ ബന്ധപ്പെടാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. ഇന്നലെ പറഞ്ഞത് ഇന്ന് വാർത്താ സമ്മേളനം നടത്തുമെന്നായിരുന്നു. പക്ഷേ തൽക്കാലം വാർത്താ സമ്മേളനം മാധ്യമങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയുന്നില്ല, അല്ലെങ്കിൽ പരസ്യമായി പറയുന്നില്ല എന്നുള്ളതാണ് ജി സുധാകരൻ്റെ നിലപാട്. അടുത്ത ദിവസം മുഖ്യമന്ത്രി വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാനായി ആലപ്പുഴയിൽ എത്തുന്നുണ്ട്. ഒരുപക്ഷെ മുഖ്യമന്ത്രി ജി സുധാകരനെ കണ്ടേക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും മുതിർന്ന നേതാക്കൾ നേരിട്ടെത്തി ജി സുധാകരനെ കണ്ട് തൽക്കാലം ഇത്തരത്തിലുള്ള പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കണം, തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മൂന്നാം തുടർ ഭരണത്തിലേക്ക് പ്രതീക്ഷിച്ചു പോകുന്ന ഒരു മുന്നണിക്ക് എത്രത്തോളം പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ള കാര്യം ജി സുധാകരനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ജി സുധാകരനും പാർട്ടിയും, അല്ലെങ്കിൽ ഇവിടുത്തെ പാർട്ടി നേതൃത്വവും തമ്മിൽ, ജില്ലാ നേതൃത്വവും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം പലതവണ സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള ആളുകളെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് വാർത്താസമ്മേളനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഘട്ടത്തിലൊന്നും ജി സുധാകരനെതിരെ അച്ചടക്കത്തിൻ്റെ വാളോങ്ങുവാൻ CPM തയ്യാറായിരുന്നില്ല. കാരണം അദ്ദേഹം പാർട്ടിയുടെ മുതിർന്ന നേതാവാണ് എന്ന് മാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ സഹോദരൻ പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിയായ ആളുമാണ്. അങ്ങനെ രക്തസാക്ഷി കുടുംബത്തിൽ നിന്ന് വന്ന ഒരു നേതാവിനുള്ള പരിഗണന എപ്പോഴും പരസ്യമായ പല കാര്യങ്ങൾ പറഞ്ഞപ്പോഴും അദ്ദേഹം നൽകിയിരുന്നു എന്ന് മാത്രവുമല്ല, തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ജി സുധാകരനെ പോലുള്ള ഒരു നേതാവ് പാർട്ടിയിൽ നിന്ന് പിണങ്ങിപ്പോകുന്നത് ചെറുതല്ലാത്ത ആഘാതം ഏറ്റവും കുറഞ്ഞത് ആലപ്പുഴ ജില്ലയിലെങ്കിലും പാർട്ടിക്ക് ഉണ്ടാകും. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ സുധാകരനുമായി ഒത്തുചേർന്ന് അനുരഞ്ജനം നടത്തി ഇടഞ്ഞു നിൽക്കുന്ന സുധാകരനുമായി പരമാവധി സഹകരിച്ചു പോകാനായിരിക്കും പാർട്ടി മുന്നോട്ട് വരിക. പക്ഷേ അപ്പോൾ UDF ക്യാമ്പ് പ്രതീക്ഷയിലാണ്. മെമ്പർഷിപ്പ് പുതുക്കാതിരിക്കുക എന്നുള്ളതൊരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വരിക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഒരു പക്ഷേ ജി സുധാകരൻ പുറത്തേക്ക് വന്നാൽ സ്വാഭാവികമായിട്ട് തന്നെ UDF അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ളൊരു മനസ്സ് കാണിക്കും. അദ്ദേഹത്തിന് വേണമെങ്കിൽ സ്ഥാനാർത്ഥിയാക്കാനും UDF മുന്നോട്ട് വരും. പക്ഷേ ആ രീതിയിലൊക്കെയുള്ള ചർച്ച നിലവിൽ കാര്യമായി LDF കൺവീനർ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് മെമ്പർഷിപ്പ് പുതുക്കാൻ ഇനിയും സമയമുണ്ട്, തെരഞ്ഞെടുപ്പ് വരെ മെമ്പർഷിപ്പ് പുതുക്കാനുള്ള സമയമുണ്ട്, പിന്നെ മെമ്പർഷിപ്പ് ഇല്ലെങ്കിലും പാർട്ടി അനുഭാവിയൊക്കെ ആയിട്ട് തുടരാമെന്നൊക്കെ തരത്തിൽ അദ്ദേഹം പറയുകയുണ്ടായിരുന്നു. ഇങ്ങനെ UDF-ലേക്ക് VD സതീശൻ ജി സുധാകരനെ പുകഴ്ത്തി സംസാരിക്കുന്ന പലവരും നമ്മൾ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. UDF-ലേക്കൊക്കെ ജി സുധാകരനെ പോലുള്ളൊരു നേതാവ് പോകാനുള്ള സാധ്യത എത്രത്തോളമാണ്? അത്രമാത്രം, അതായത് അദ്ദേഹം ഇപ്പോൾ പറയുന്ന പാർലമെന്ററി മോഹം എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരായി ഉയരുന്നൊരു വാദം എന്ന് പറയുന്നത്. അപ്പുറത്തേക്ക് അദ്ദേഹം പറയുന്ന പാർട്ടിയോടുള്ള കടപ്പാടും ഈ പാർട്ടിയെ വളരുന്നതിൽ ഉൾപ്പെടെ അദ്ദേഹം ചെലുത്തിയ സ്വാധീനവും അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ UDF-ലേക്കൊക്കെ പോകാനുള്ള സാധ്യത എത്രത്തോളമാണ് രഘു? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ 2 ടേൺ നിർബന്ധമാക്കിയപ്പോഴാണ് ജി സുധാകരന് നിയമസഭാ സീറ്റ് നിഷേധിക്കപ്പെട്ടത്. പിന്നാലെ നടന്ന എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ പ്രായപരിധി നടപ്പിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിയേണ്ടി വന്നു. അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ ക്ഷണിതാവാണ്. അദ്ദേഹത്തിൻ്റെ ഘടകം ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ബ്രാഞ്ചാണ്. ആ ബ്രാഞ്ചിലെ മെമ്പർഷിപ്പ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം അപേക്ഷ പോലും വാങ്ങാതെ മുഖം തിരിഞ്ഞു നിൽക്കുന്നത്. പക്ഷേ അപ്പോഴും 20-ാം തീയതി വരെ സമയമുണ്ടെന്ന് മാത്രവുമല്ല, ഈ മെമ്പർഷിപ്പിൻ്റെയൊക്കെയുള്ളൂ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക തിരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും. അതുകൊണ്ട് സമയമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഒരുപക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ ജി സുധാകരൻ്റെ ഒരു സമ്മർദ്ദം കൂടി ഇതിനകത്തുണ്ടാകാം. അദ്ദേഹം കഴിഞ്ഞ എത്രയോ വർഷമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. തിരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ പോലും അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ളത്. കാരണം അഖിലേന്ത്യാ സെക്രട്ടറിയോടാണ് പറഞ്ഞത് എനിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് സ്ഥാനാർത്ഥി നിർണയ ചർച്ച നടത്തപ്പോൾ ഒരു സീറ്റിൽ പോലും ജി സുധാകരൻ്റെ പേര് ആരും ഉയർത്തിയില്ല എന്ന് മാത്രവുമല്ല, ജി സുധാകരൻ്റെ കാര്യം ഒരു അംഗം ഉന്നയിച്ചപ്പോൾ അതൊന്നും ഇവിടെയല്ല ചർച്ച ചെയ്യേണ്ടതെന്നും നീക്കങ്ങൾ നടക്കുക തന്നെ ചെയ്യുന്നു. ജി സുധാകരന് അദ്ദേഹം മാതൃഭൂമി.com നൽകിയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ വരെ അടുത്തായി പറഞ്ഞത് എവിടെ 9 ഇടങ്ങളിൽ എവിടെ ആലപ്പുഴയിൽ നിന്നാലും താൻ ജയിക്കുമെന്നൊക്കെയാണ്. പക്ഷേ ടേം വ്യവസ്ഥകളുണ്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം 7 തവണ മത്സരിച്ച ആളാണ്.
അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പാർലമെന്ററി മോഹത്തിനപ്പുറത്തേക്ക് CPM വലിയ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള നേതാവാണ്. അദ്ദേഹത്തിന് അങ്ങനെ പെട്ടെന്നൊക്കെ UDF-ലേക്ക് പോകാനാകുമോ എന്നുള്ളതാണ്. അങ്ങനെ പെട്ടെന്നല്ല അദ്ദേഹം കാര്യങ്ങളൊക്കെ ഇപ്പോൾ തുറന്നു പറയുകയും ചെയ്തത്. എന്തായാലും അനുനയ നീക്കങ്ങൾ തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.